ചുരുക്കത്തില് സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ മക്കളെ വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ പോയി കണ്ട് നേരം കളയാവുന്ന ഒരു കാർത്തിക് സുബരാജ് പരീക്ഷണം. അതാണ് റെട്രോ. ആദ്യത്തെ ഒരു അരമണിക്കൂർ, അവസാനത്തെ ഒരു അരമണിക്കൂർ ഇതൊഴിച്ചു കഴിഞ്ഞാല് പടം പല രീതിയിലും ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. സൂര്യ ചത്ത് കിടന്ന് അഭിനയിച്ചിട്ടുണ്ട്. മൂപ്പരെ നമുക്ക് കേരളത്തിലോട്ടങ്ങ് ഇമ്പോർട്ട് ചെയ്താലോ എന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട്. ഗ്ലാമർ മാത്രം അല്ല, നല്ല വേഷം കിട്ടുകയാണെങ്കിൽ പൂജ ഹെഡ്ജ് പോലത്തെ നടിമാർക്ക് അഭിനയിക്കാൻ കൂടെ അറിയാം എന്ന് മനസ്സിലാക്കി തന്ന ഒരു പടം കൂടിയാണ് ഇത്. ജോജു ജോർജ് ഓക്കെ, പക്ഷെ പലയിടത്തും പുള്ളിക്കങ്ങ് വയ്യ എന്നുള്ള ഒരു അവസ്ഥയാണ്. ജയറാമേട്ടൻ പഴയകാല കോമഡി എല്ലാം കൂടെ അരച്ച് കലക്കി ഇവിടെ അഴിഞ്ഞടിയിട്ടുണ്ട്. ഭാഗ്യത്തിന് അലമ്പാക്കിയിട്ടില്ല എന്നാണ് എന്റെ ഒരു തോന്നല്. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ പോലെ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കേണ്ട ഒരാളാണല്ലോ മൂപ്പര് എന്നുള്ള ആലോചിക്കുമ്പോൾ. പടത്തിൽ കുറെ വില്ലന്മാരുണ്ട്. അതിനകത്ത് എടുത്ത് പറയേണ്ട മെയിൻ വില്ല് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നാസറിന്റെ മകനായിട്ട്. പക്ഷെ പുള്ളിയുടെ പേര് ഞാൻ വിക്കിപീഡിയയിലൊക്കെ തപ്പിയിട്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പുള്ളിനെ പറ്റി കൂടുതൽ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ സൂര്യ വാട്ട് എ മാൻ. ലുക്കാണെങ്കിലും അഭിനയാണെങ്കിലും ഫൈറ്റ്, സ്ക്രീൻ പ്രസൻസ്, ഡാൻസ് എമ്മാതിരി മുതലാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടിരുന്നു പോകും, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങി ചത്തനെ. എഡിറ്റിംഗ്, സൗണ്ട് എഫക്ട്സ്, മ്യൂസിക് എല്ലാം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹാഫ് ആൻ അവർ പൊളിയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒരു സാമ്പാർ അവിയലൊക്കെ പോലെയാണ്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പോർഷൻസ് ഒക്കെ സിംഗിൾ ഷോട്ടിലുണ്ട്. അതെന്ത് അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം എന്നറിയോ. അഭിനയമാണെങ്കിലും അതിനകത്തുള്ള എല്ലാം ബ്രില്യന്റ് വർക്കായിരുന്നത്. പക്ഷെ അത് പടത്തിൽ മൊത്തം ഒരു വർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൂര്യയുടെ പാസ്റ്റ് സ്റ്റോറി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സൂര്യയുടെ ചൈൽഡ്ഹുഡ് ചെയ്തിട്ടുള്ള ഒരുത്തൻ. പിന്നെ സൂര്യയും പൂജ ഹെഡ്ജും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ട് ചിലതൊക്കെ. അതൊക്കെ എനിക്ക് ചിലത് അടിപൊളിയായിട്ട് തോന്നി. കാർത്തിക് സുബ്ബരാജ് ഓൾറെഡി തന്നെ ഇതൊരു ലവ് ബേസ്ഡ് സ്റ്റോറി ആയിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒരു 0% പോലും ഇല്ലാത്തതുകൊണ്ടും സൂര്യനെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇത്. ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ ജീവനും ഒരു ധർമ്മമുണ്ട്. അതെന്താന്ന് കണ്ടെത്തുന്നതാണ് സൂര്യയുടെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.